Hi all, welcome to once. So welcome to KTU question paper solution program. So today I am here by discussing EET 204 electromagnetic theory. In this subject, the subject code I am discussing here the June 2023 EET 204 electromagnetic theory. So നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4 ആണ്. സോ മൊഡ്യൂൾ 4ലെ ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന്. സോ മൊഡ്യൂൾ 4ലെ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ വേവ് ഇക്വേഷൻ ഫ്രം ആക്ച്വൽ ഇക്വേഷൻ, യൂണിഫോം പ്ലെയിൻ വേവ്സ്, ദ വേവ് ഇക്വേഷൻ ഇൻ ഫേസർ ഫോം, ദ പ്രൊപ്പഗേഷൻ ഓഫ് യൂണിഫോം പ്ലെയിൻ വേവ്സ് ഇൻ ഫ്രീ സ്പേസ്, ലോസ്ലെസ് ആൻഡ് ലോസി ഡൈഇലക്ട്രിക് മീഡിയം, ദ യൂണിഫോം പ്ലെയിൻ വേവ്സ് ഇൻ ഗുഡ് കണ്ടക്ടർ, സ്കിൻ എഫക്ട്, സ്കിൻ ഡെപ്ത്, phase velocity, group velocity, intrinsic impedance, attenuation constant, propagation constant, and the Poynting vector and the Poynting theorem. So ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 4ന്റെ സിലബസ്. സോ ഈ സിലബസിൽ നമുക്ക് പാർട്ട് എയിൽ നിന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ, എ യൂണിഫോം പ്ലെയിൻ വേവ് ഇൻ ഫ്രീ സ്പേസ് ഇസ് ഗിവൺ ബൈ h is equal to 0.1 cos 2 pi into 10 raised to 8 t minus beta x into ay. So calculate the value of beta. So ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ബീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് വൺ ഈസ് കാൽക്കുലേറ്റ് ദ ഇൻട്രിൻസിക് ഇംപിഡൻസ്. സോ ഇൻട്രിൻസിക് ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യണം ഓഫ് എ ലോസ്ലെസ് ഡൈഇലക്ട്രിക് മീഡിയം. അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി ആൻഡ് പെർമിറ്റിവിറ്റി ആർ ഗിവൺ. പെർമിയബിലിറ്റി ആൻഡ് പെർമിറ്റിവിറ്റി ആർ ഗിവൺ. കാൽക്കുലേറ്റ് ദ ഇൻട്രിൻസിക് ഇംപിഡൻസ്. ദെൻ പാർട്ട് ബിയിൽ ഡിറൈവ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷൻ ഫ്രം ആക്ച്വൽ ഇക്വേഷൻ. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ദെൻ അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. സോ ഇതിനകത്ത് ഫ്രീക്വൻസി ഗിവൺ ആണ് 50 MHz. LOC dielectric material characterized by permittivity epsilon is equal to 3.6 times epsilon 0 and permeability mu is equal to 2.1 times mu 0. Conductivity sigma is equal to 0.08 and compute the propagation constant. So ഈ ക്വസ്റ്റ്യനകത്ത് propagation constant calculate ചെയ്യണം. So 4 mark question ആണ്. The verify Poynting theorem for power flow in coaxial cable. So Poynting theorem is very important. That is important topic ആണ്. 9 mark question ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ h is equal to 0.5, h എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ഇസ് ഗിവൺ. ദെൻ അത് തന്നിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ദ ഫോളോയിങ്: അറ്റ്യൂനേഷൻ കോൺസ്റ്റന്റ്, ഫേസ് കോൺസ്റ്റന്റ്, ആംഗുലർ ഫ്രീക്വൻസി, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആൻഡ് ടൈം പീരീഡ്. സോ ഇതൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ 4ൽ പാർട്ട് എയിൽ പാർട്ട് ബിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്. സോ 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് പാർട്ട് എയിലെ 7th ക്വസ്റ്റ്യൻ ആണ്. എ യൂണിഫോം പ്ലെയിൻ വേവ് ഇൻ ഫ്രീ സ്പേസ് ഇസ് ഗിവൺ ബൈ h is equal to, ക്വസ്റ്റ്യൻ നോക്കിക്കേ, h is equal to 0.1 cos 2 into 10 raised to 8 t minus beta x into ay then ampere per meter. So ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് നോക്കിയാൽ h is equal to 0.1 cos 2 into 10 raised to 8 t minus beta x. സോ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? h is equal to a constant into അല്ലേ, a constant into cos omega t minus beta x. Okay, constant into cos omega t minus beta x. So ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? omega is the angular frequency and beta is the propagation constant. So കമ്പയർ ചെയ്താൽ മതി, രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്തേ. സോ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? omega value is given. Omega is equal to 2 into 10 raised to 8t cos omega t. So omega value is given 2 into 10 raised to 8t. So we know that the propagation constant, the equation is the propagation constant. The equation of propagation constant is omega times root of mu 0 epsilon 0, or namakariam the the velocity of speed or the velocity of light, that is equal to 1 by root of mu 0 epsilon 0, that is equal to 3 into 10 raised to 8 meter per second. So c value namakariam. സോ ബീറ്റയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ ടൈംസ് 1 by c. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലെ ഒമേഗ ബൈ സി. സോ ഇതിനകത്ത് ഒമേഗ നമുക്കറിയാം, ഒമേഗ എത്രയാണ്? 2 into ഒമേഗ ഈസ് ഈക്വൽ ടു 2 into 10 raised to 8 ഡിവൈഡഡ് ബൈ c ഈസ് ഈക്വൽ ടു 3 into 10 raised to 8 ആണ്. സോ ദ ആൻസർ ഈസ് 2/3. സോ 2/3 റേഡിയൻ പെർ മീറ്റർ. സോ 3 mark ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഡയറക്റ്റ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ അറിയിക്കണം. സോ h is equal to E0 by mu 0 കോൺസ്റ്റന്റ്. സോ ഒമേഗ ആൻഡ് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ബീറ്റ എന്ന് പറഞ്ഞത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു 2/3 റേഡിയൻ പെർ മീറ്റർ. സോ ഈ പ്രോബ്ലത്തിന് ഡയറക്റ്റ് ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ഇക്വേഷൻ അറിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ,
So the next question is calculate the intrinsic impedance of a lossless dielectric if its relative permeability is 8. Relative permeability തന്നിട്ടുണ്ട്. So relative permeability is given that relative permeability is equal to 8 and relative permittivity. So relative permittivity is equal to 2. Okay, നമുക്ക് കാൽക്കുലേറ്റ് ഇൻട്രിൻസിക് ഇമ്പിഡൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So intrinsic impedance equation, the intrinsic impedance eta is equal to root of mu by epsilon. So intrinsic impedance eta is equal to root of mu divided by epsilon. Okay, root of mu divided by epsilon, that is equal to equation endana mu is equal to endana mu 0 times mu r divided by epsilon 0 times the epsilon r. So നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? If the lossless dielectric ന്റെ relative permeability, that is mu r, relative permeability and relative permittivity epsilon r are given. So namakariam, we know that mu 0, what is the value of mu 0? Mu 0 is equal to 4 pi into 10 raised to minus 7. Mu 0 is equal to 4 pi into 10 raised to minus 7 and epsilon 0 is equal to 8.85 into 10 raised to minus 12. So epsilon 0 is equal to 8.85 into 10 raised to minus 12. So equation substitute കൊടുക്കുക. mu 0 എന്ന് പറഞ്ഞാൽ 4 pi into 10 raised to minus 7 into mu r is equal to 8 divided by 8.85 into 10 raised to minus 12 into epsilon r is 2. So simplify ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 753.64 ohm. So ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഇൻട്രിൻസിക് ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദ ആൻസർ ഈസ് 753.64 ohm. Okay, so equation മറക്കാതിരിക്കുക. Equation is equal to mu by epsilon, that is equal to mu 0 mu r divided by epsilon 0 epsilon r. Okay, so നമുക്ക് ഇതിന്റെ പാർട്ട് എയിലെ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സോ പാർട്ട് ബിയിലെ the part B first question is 17A, the derive the electromagnetic wave equation from Maxwell equation. So 10 mark question ആണ്. So the electromagnetic wave equation derive ചെയ്യണം. ആ സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ ഇത് പഠിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷൻ. സോ ഈ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുന്നത് consider a linear isotropic homogeneous lossy dielectric medium. Lossy dielectric medium for a charge free medium, that is rho v is equal to 0. Then deriving from the Maxwell equations. So അതിന് വേണ്ടി നമ്മൾ 4 Maxwell equations എടുക്കുകയാണ്. ഫസ്റ്റ് Maxwell equation is എന്താണ്? ഫസ്റ്റ് Maxwell equation del dot d is equal to 0. Del dot d is equal to rho v ആണ്. For a charge free medium ആയതുകൊണ്ട് del dot d is equal to 0. So del dot d is equal to 0. And second Maxwell equation is del dot h is equal to 0. Del dot h is equal to 0. And third Maxwell equation is del cross E is equal to minus dou B by dou T. Del cross E is equal to minus dou B by dou T. And the fourth Maxwell equation is del cross H is equal to J plus dou D by dou T. J plus dou D by dou T. So നമ്മൾ 4 Maxwell equation എടുക്കുകയാണ്. Maxwell equation രണ്ടെണ്ണം റിലേറ്റഡ് ടു ദ ഇലക്ട്രിക് ഫീൽഡും ആൻഡ് രണ്ടെണ്ണം റിലേറ്റഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡുമാണ്. സോ നമ്മൾ കൺസിഡർ ദ 4 Maxwell equation. ഈ Maxwell equationനകത്ത് we know that the expression for D. So D is equal to എന്താണ്? D is equal to epsilon times C ആണ്. That is del dot epsilon times CS is equal to 0. So that is equation arrange ചെയ്ത് നമ്മൾ del dot ES is equal to 0 എന്ന് എടുക്കുന്നു. അതുപോലെ തന്നെ del dot H is equal to 0. Del dot H is equal to 0. So നമ്മൾ assume ചെയ്തിരിക്കുന്ന field is linear isotropic homogeneous and lossy dielectric medium ആണ്. So നമ്മൾ del dot HS is equal to 0. And the next two Maxwell equations again the cross product. So del cross ES is equal to എന്താണ്? മൈനസ് ഡോ ബി ബൈ ഡോ ടി. സോ ഡോ ബി ബൈ ഡോ ടി നമുക്കറിയാം ബിയുടെ എക്സ്പ്രഷൻ എന്താണ്? ബി ഇസ് ഇക്വൽ ടു മ്യൂ എച്ച്. സോ ഡോ ബൈ ഡോ ടിക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നു? ജെ ഒമേഗ മ്യൂ. ഇൻ ഫേസർ ഫോമിലെ Maxwell equationനകത്ത് ഡോ ബൈ ഡോ ടിക്ക് ജെ ഒമേഗ മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നു. സോ ഡെൽ ക്രോസ് ഇ ഇസ് ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ മ്യൂ എച്ച് എസ്. ആൻഡ് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി ആണ്. ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ടൈം സി ആണ്. ഡി ഇസ് എപ്സിലോൺ ടൈം സി ആണ്. ഡോ ബൈ ഡോ ടിക്ക് ജെ ഒമേഗ എപ്സിലോൺ ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് എന്താണ്? ഡെൽ ക്രോസ് എച്ച് എസ് ഇസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ഇൻറ്റു ഇ എസ്. സോ ഇതാണ് നമ്മുടെ 4 Maxwell equation. നമ്മൾ ഈ 4 Maxwell equation എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു?
taking curl on both sides. So നമ്മൾ അവസാനത്തെ രണ്ട് ഇക്വേഷൻ നമ്പർ 1, 2, ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3 ആൻഡ് ഇക്വേഷൻ നമ്പർ 4. സോ 3 ആൻഡ് 4 നമ്മൾ taking curl രണ്ട് സ്ഥലത്തിലും taking curl on both sides. So del cross ES is equal to del cross minus j omega mu into HS. That is del cross ES is equal to minus j omega mu constant ആണ് പുറത്തെടുക്കുന്നു minus j omega mu into del cross HS. അതുപോലെ തന്നെ നമ്മൾ ടേക്ക് സെക്കൻഡ് ഇക്വേഷൻ del cross H is equal to del cross sigma plus j omega epsilon into ES. That is sigma plus j omega epsilon into del cross ES. So അതിന്റെ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ del cross ES is equal to del cross HS ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. സോ del cross HS ന്റെ വാല്യൂ എന്താണ്, sigma plus j omega epsilon into ES minus j omega mu into sigma plus j omega epsilon into ES. സോ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഒരു വെക്ടർ ഐഡന്റിറ്റി അറിയാം. The vector identity is del cross A is equal to del of del dot A minus del square A. Del of del dot A minus del square A. So നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ മാറ്റി എന്ത് കൊടുക്കുന്നു, del of del dot A minus del square A. Del of del dot A minus del square A. Okay, so that is arrange ചെയ്യുമ്പോൾ del of del dot ES minus del square ES is equal to right side minus j omega mu into del cross ES എന്ന് പറയുന്നത് എന്താണ്, sigma plus j omega epsilon into ES. sigma plus j omega epsilon into ES. സോ ഇക്വേഷൻ നമുക്കറിയാം del of del dot E എത്രയാണ്, divergent of a divergence of gradient of divergence of a vector is 0. Gradient of divergence of a vector is 0 ആണ്. സോ ഫസ്റ്റ് ടൈം 0 ആയി പോകുന്നു. സോ gradient of divergence of vector is 0. So minus del square ES is equal to minus j omega into sigma plus j omega epsilon into ES. So del square minus cancel ആയി പോകുന്നു. del square ES minus del square ES minus j omega mu into sigma plus j omega epsilon into ES ആണ് നമ്മുടെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, del square ES ഈ j omega mu into sigma plus j omega epsilon ഞാൻ ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് del square ES. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നു. del square ES minus gamma square ES is equal to 0. സോ ഇതാണ് എന്ത്, വേവ് ഇക്വേഷൻ ഫോർ ആൻ ഇലക്ട്രിക് ഫീൽഡ്. del square ES minus gamma square ES is equal to 0. ഇതിനകത്ത് ഗാമ സ്ക്വയർ എന്താ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, gamma square is equal to j omega mu into sigma plus j omega epsilon. Gamma square is equal to j omega mu into sigma plus j omega epsilon, where gamma is the propagation constant. Similarly നമ്മൾ നെക്സ്റ്റ് ഇക്വേഷൻ എടുക്കുക, del square. നമ്മുടെ അടുത്ത ഇക്വേഷൻ ഏതാണ്, del square del cross HS എന്തെടുത്തു, taking curl on both sides. del cross HS is equal to del dot sigma plus j omega epsilon into ES. So del cross ES ന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക, മൈനസ് j omega mu into HS സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. then വെക്ടർ ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുക. അവിടെയും ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് വെക്ടർ 0. del dot H 0 ആണ്. ബാക്കി del square HS is equal to എന്ത് കിട്ടുന്നു, del square HS is equal to gamma square into HS എന്ന് കിട്ടുന്നു. So del square HS is equal to gamma square HS. അതിന് നമ്മൾ del square HS minus gamma square HS is equal to 0. Here also same, gamma square is equal to j omega mu into sigma plus j omega epsilon. Okay, so ഇതാണ് നമ്മുടെ രണ്ട് മാക്സ്വെൽ വേവ് ഇക്വേഷൻസ്. del square ES is equal to gamma square ES and del square HS is equal to gamma square HS. ഇത് രണ്ടുമാണ് നമ്മുടെ വേവ് ഇക്വേഷൻസ്. ഈ വേവ് ഇക്വേഷനകത്ത് എന്താണ്, ആൽഫ is equal to gamma is equal to alpha plus j beta എന്ന് എഴുതാം. gamma is propagation constant is equal to alpha plus j beta. So ഇതിനകത്ത് റിയൽ പാർട്ട് ഓഫ് ഗാമ സ്ക്വയർ, ദ റിയൽ പാർട്ട് ഓഫ് ഗാമ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ. സോ ഇതിനെ നമുക്ക് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ എന്ന് കിട്ടുന്നു. സോ മോഡുലസ് ഓഫ് ഗാമ സ്ക്വയർ എന്ത് കിട്ടും, അപ്പം ബീറ്റ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഒമേഗ മ്യൂ ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു, ആൽഫയും ബീറ്റയും കിട്ടുന്നു. ആൽഫ ഈസ് ദ അറ്റനുവേഷൻ കോൺസ്റ്റന്റ് ആൻഡ് ബീറ്റ ഈസ് ദ ഫേസ് കോൺസ്റ്റന്റ്. ദെൻ ആൽഫ ഈസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് മ്യൂ എപ്സിലോൺ ബൈ 2 ഇൻറ്റു root of 1 plus sigma by omega epsilon the whole square minus 1. അതുപോലെ തന്നെ beta is equal to omega into root of mu epsilon by 2 into root of 1 plus sigma by epsilon sigma by omega epsilon the whole square plus 1. ഇതാണ്
equation is gamma, alpha and beta. Gamma is attenuation constant, gamma is the propagation constant, alpha is attenuation constant and beta is the phase constant. So the next question is a 50 megahertz lossy dielectric material characterized by permittivity is given. So permittivity epsilon is equal to 3.6 times epsilon 0. So permittivity given, permittivity is equal to 3.6 times epsilon 0. And permeability mu is equal to 2.1 times mu 0. So permeability is given, mu is equal to 2.1 times mu 0. And sigma conductivity, that is equal to 0.08 Siemens per meter. And compute the propagation constant of the medium. So equation അത് നമുക്ക് propagation constant ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇപ്പം നമ്മൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. propagation constant ഇക്വേഷൻ എന്താണ്? ഗാമ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എക്സിലോൺ. ഗാമ ഈസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എക്സിലോൺ. സോ ഡയറക്ട്ലി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. റൂട്ട് ഓഫ് ജെ ഇൻറ്റു ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ്? ഒമേഗ ഈസ് ഈക്വൽ ടു 2 pi f ആണ്. Omega 2 pi into f given 50 megahertz, that is 2 pi into 10 raised to 2 pi into f is 50 into 10 raised to 6. Then sigma plus j omega mu. Mu എന്താണ്? Mu is equal to 2.1 times mu 0. 2.1 times mu 0 into sigma is equal to എത്രയാണ്? 0.08 plus omega എന്ന് പറഞ്ഞാൽ j into 2 pi into 50 into 10 raised to 6. Omega 2 pi f, that is j 2 pi into 50 into 10 raised to 6 into epsilon is 3.6 times epsilon 0. Okay, so നമുക്കറിയാം what is the value of mu 0? Mu 0 is equal to 4 pi into 10 raised to minus 7. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ epsilon 0 is equal to എത്രയാണ്? 8.85 into 10 raised to minus 12. ഈ രണ്ടും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്? root of 66.84 angle 97.13 degree. അതിനെ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ പോളാർ കോർഡിനേറ്റ്സ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ആൻഡ് പോളാർ കോർഡിനേറ്റ്സിൽ 5.41 പ്ലസ് ജെ ഇൻറ്റു 6.13 മീറ്റർ. ജെ ഈസ് ഈക്വൽ ടു 6.13 ഗാമ. സോ ഇതാണ് ഇത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. സോ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഇക്വേഷൻ ഇസ് ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എക്സിലോൺ. സോ എല്ലാ വാല്യൂസ് വന്നിട്ട് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ മൊഡ്യൂളിലെ പാർട്ട് ബി ഓർ ക്വസ്റ്റ്യൻ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വെരിഫൈ ദ പോയിന്റിംഗ് തിയറം ഫോർ പവർ ഫ്ലോ ഇൻ എ കൊയാക്സിയൽ കേബിൾ. വെരിഫൈ പോയിന്റിംഗ് തിയറം. സോ ഈ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണിത്, പോയിന്റിംഗ് തിയറം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പോയിന്റിംഗ് തിയറം സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കാം നമുക്ക്. സോ പോയിന്റിംഗ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ പോയിന്റിംഗ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് the net power flowing out of a given volume. So net power flowing out of a given volume V is equal to the time rate of decrease in energy stored within the volume. So the time rate of decrease in the energy stored within the volume minus the conduction losses. ഇതാണ് പോയിന്റിംഗ് തിയറം സ്റ്റേറ്റ്മെന്റ്. സോ ഈ പോയിന്റിംഗ് തിയറം സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രൂവ് ചെയ്യണം. From that again we assume the Maxwell equation. ഇതിന് നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്? So Maxwell equation assume ചെയ്യാം. Maxwell equation. So Maxwell equation del cross E is equal to time varying rate of decrease. So here we assume എന്താണ്? Time varying Maxwell equation ആണ് assume ചെയ്യുന്നത്. That is del cross E is equal to minus mu into dou H by dou T. So എന്താണ് നമ്മൾ പഠിച്ചേക്കുന്ന Maxwell equation? Del cross E is equal to minus dou B by dou T and del cross H is equal to sigma plus dou d by dou t. ഇതാണ് നമ്മൾ പഠിച്ചേക്കുന്ന മാക്സ്വെൽ ഇക്വേഷൻ. ഫ്രം ദിസ് ബി ഈസ് ഇക്വൽ ടു നമുക്ക് എന്തറിയാം? ബി ഈസ് ഇക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മ്യൂ കോൺസ്റ്റന്റ് ആണ്. സോ മൈനസ് മ്യൂ ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടി ആൻഡ് ഡെൽ ക്രോസ് എച്ച് ഈസ് ഇക്വൽ ടു സിഗ്മ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. സോ നോട്ട് സിഗ്മ, ജെ പ്ലസ് ഡോ ഡി ബൈ ടി. സോറി, ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ജെ ഈസ് ഇക്വൽ ടു സിഗ്മ ടൈംസ് ഇ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഡി ഈസ് ഇക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ഇ. So D is equal to epsilon times E ആണ്. So that is epsilon into dou E by dou T. Epsilon into dou E by dou T. So പോയിന്റിംഗ് തിയറത്തിന്റെ പ്രൂഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സ്വെൽ ഇക്വേഷന്റെ രണ്ട് മാക്സ്വെൽ ഇക്വേഷൻ ആണ് എടുക്കുന്നത്. ഡെൽ ക്രോസ് E is equal to minus mu into dou H by dou T and del cross H is equal to sigma E plus epsilon into dou E by dou T. Okay, so അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഇ ആൻഡ് എച്ച് എടുക്കുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഇക്വേഷനുമായിട്ട് ഇ ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. ഫസ്റ്റ് ഇക്വേഷനായിട്ട് എച്ച് ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. ഓക്കെ, സോ നമ്മൾ കൺസിഡർ ദ സെക്കൻഡ് ഇക്വേഷൻ ആൻഡ് ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് ഇ. സോ ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു
റൈറ്റ് സൈഡ് എന്താണ് ഈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും സിഗ്മ ടൈംസ് ഇ സ്ക്വയർ പ്ലസ് എപ്സിലോൺ ടൈംസ് ഡോ ഇ ബൈ ഡോ ടി ടൈംസ് സി അല്ലേ ഡോ ഇ ബൈ ഡോ ടി ദാറ്റ് ഈസ് sigma E dot del cross H is equal to sigma E square plus E into epsilon times dou E by dou T. So ഇവിടെ നമുക്കാണെങ്കിൽ ഒരു വെക്ടർ ഫീൽഡിന്റെ വെക്ടർ ഐഡന്റിറ്റി അറിയാം del dot A cross B is equal to B dot del cross A minus A dot del cross B. So ഇതൊരു വെക്ടർ ഐഡന്റിറ്റി ആണ് del dot A cross B is equal to B dot del cross A minus A dot del cross B. So ഇതിനകത്ത് ഞാൻ അസ്യൂം ചെയ്യുന്ന A is equal to H എന്നും B is equal to E എം. So equation at del dot across B kat A is equal to H and B is equal to E. That is, so നമ്മൾ ഈ equation arrange ചെയ്തിട്ട് എന്തെങ്ങനെ ചെയ്യുന്നു B dot. So B dot എന്ന് പറയുമ്പോൾ എന്താണ് del dot across B is equal to B dot del cross A minus A dot del cross B. So A is equal to H ആണ്. So ഇതിനകത്ത് ഈ മൈനസ് ടേമിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. So A dot del cross B ക്ക് എന്ത് കൊടുക്കുന്നു H dot del cross C. H dot del cross C. സോ ഈ ഇക്വേഷൻ അറേഞ്ച് ചെയ്ത് ഈ എ ഡോട്ട് ഡെൽ ക്രോസ് ബി എന്നുള്ള സാധനം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. സോ എ ഡോട്ട് ഡെൽ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ പ്ലസ് എച്ച് ഡോട്ട് ഡെൽ ഡോട്ട് എച്ച് ക്രോസ് ഇ ഈസ് ഈക്വൽ ടു ഈ റൈറ്റ് ഹാൻഡ് സൈഡിന് എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ച് ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ് ഇ ഡോട്ട് ഡെൽ ക്രോസ് എച്ചിന്റെ എക്സ്പ്രഷൻ സിഗ്മ ഇ സ്ക്വയർ പ്ലസ് ഇ ഡോട്ട് എപ്സിലോൺ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി. സോ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ എന്താണ് ഇക്വേഷനകത്ത് എക്ക് എച്ച് കൊടുക്കുന്നു ബിക്ക് ഇ എന്ന് കൊടുക്കുന്നു ആൻഡ് എ ഡോട്ട് ഡെൽ ക്രോസ് ബിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഇ ആൻഡ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ പ്ലസ് ഡെൽ ഡോട്ട് എച്ച് ക്രോസ് ഇ ഈസ് ഈക്വൽ ടു ഈ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക സിഗ്മ ഇ സ്ക്വയർ പ്ലസ് ഇ ഡോട്ട് എപ്സിലോൺ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി. ഓക്കെ ദാറ്റ് ഈസ് എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു സോ എന്ത് എടുക്കുന്നു നമ്മൾ ഇക്വേഷനകത്തുനിന്ന് എച്ച് ഡോട്ട് മൈനസ് മ്യൂ ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടി. സോ എച്ച് ഡോട്ട് ഡെൽ ക്രോസ് സി മാത്രം എടുക്കുന്നു. സോ എച്ച് ഡോട്ട് ഡെൽ ക്രോസ് സിക്കകത്ത് സോ നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഇക്വേഷന് ടേക്കിംഗ് ഡോട്ട് പ്രോഡക്റ്റ് ഓൺ എച്ച് എടുക്കുന്നു. സോ എച്ച് ഡോട്ട് ഡെൽ ക്രോസ് സി ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടി. ഫ്രം ദ ഫസ്റ്റ് മാക്സ്വൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫ്രം ദ ഇക്വേഷൻ ഈസ് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടി. ആ സെക്കൻഡ് ഇക്വേഷൻ ഞാൻ ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് എച്ച് എടുക്കുന്നു. എച്ച് ഡോട്ട് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു എച്ച് ഡോട്ട് മൈനസ് മ്യൂ ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടി. സോ എച്ച് ഡോട്ട് എച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും മൈനസ് മ്യൂ ബൈ ടു ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് എച്ച് ഡോട്ട് എച്ച് എന്ത് കിട്ടുന്നു മൈനസ് മ്യൂ ബൈ ടു ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് എച്ച് ഡോട്ട് എച്ച്. സോ ഇതെല്ലാം കൂടി നമ്മൾ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു മൈനസ് മ്യൂ ബൈ ടു ഇൻറ്റു ഡോ എച്ച് സ്ക്വയർ ബൈ ഡോ ടി മൈനസ് മ്യൂ ബൈ ടു ഇൻറ്റു ഡോ എച്ച് സ്ക്വയർ ബൈ ഡോ ടി മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച് മൈനസ് ഡെൽ ഡോട്ട് ഇ ക്രോസ് എച്ച്. സോ ഇക്വേഷനകത്ത് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എച്ച് ഡോട്ട് ഡെൽ ക്രോസ് സി നമുക്ക് എന്ത് കിട്ടി ഇപ്പം ഈ ഇക്വേഷനകത്ത് എച്ച് ഡോട്ട് ഡെൽ ക്രോസ് സിക്ക് പകരം മൈനസ് മ്യൂ ബൈ ടു ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് എച്ച് ഡോട്ട് എച്ച് കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. ഓക്കെ സോ മൈനസ് മ്യൂ ബൈ ടു ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് എച്ച് ഡോട്ട് എച്ച് പ്ലസ് എച്ച് ഡെൽ ഡോട്ട് എച്ച് ക്രോസ് സി ഈസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ പ്ലസ് ഇ ഡോട്ട് എപ്സിലോൺ ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി. സോ ഇതിനകത്തെന്ന് പറഞ്ഞാൽ പവർ എന്താണ് പവർ ഈസ് ഈക്വൽ ടു ഇ ക്രോസ് എച്ച് അല്ലേ പവർ ഈസ് ഈക്വൽ ടു ഇ ക്രോസ് എച്ച്. സോ ഈ ഇക്വേഷൻ മാത്രം ഇവിടെ ഇട്ടിട്ട് ബാക്കിയെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുക. സോ എന്ത് വരുന്നു del dot e cross h is equal to del dot e cross h is equal to sigma e square plus 1 by 2 epsilon dou e square by dou t square minus mu by 2 എന്നുള്ള സാധനം റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് മ്യൂ ബൈ ടു ഇൻറ്റു ഡോ എച്ച് സ്ക്വയർ ബൈ ഡോ ടി. സോ ഈ ടേംസിനെല്ലാം കൂടി നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഡെൽ ഡോട്ട് ദ വോളിയം ഇൻ്റഗ്രൽ ഓഫ് സോ നമ്മൾ ടേക്കിംഗ് വോളിയം രണ്ട് സൈഡിലും വോളിയം ഇൻ്റഗ്രൽ എടുക്കുന്നു. സോ വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് so del dot e cross h dv the volume integral of del dot e cross h dv is equal to minus എന്താണ് വോളിയം ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ എന്താ ഡോ റോ ബൈ ഡോ ടി ഡെൽ സോ മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് എന്ത് കൊടുക്കുന്നു 1/2 ഇൻറ്റു സിഗ്മ ഇ സ്ക്വയർ പ്ലസ് 1/2 മ്യൂ എച്ച് സ്ക്വയർ ഇൻറ്റു ഡി വി മൈനസ് സിഗ്മ ഇ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഓക്കെ 1/2 ഇൻറ്റു എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് 1/2 മ്യൂ എച്ച് സ്ക്വയർ ഇൻറ്റു ഡി വി മൈനസ് സിഗ്മ ഇ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഓക്കെ ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു അപ്ലൈ ഡൈവേർജൻസ് തിയറം. സോ ഡൈവേർജൻസ് തിയറം എന്താണ് സർഫസ് ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ. ദാറ്റ് ഈസ് എന്താണ് സർഫസ് ഇന്റഗ്രൽ ഓഫ് എ ഡോട്ട് ബി സർഫസ് ഇന്റഗ്രൽ ഓഫ് എ ഡോട്ട് ഡി എസ് സർഫസ് ഇന്റഗ്രൽ ഓഫ് എ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് എ ഡി വി ആണ്.
നമ്മുടെ ഡൈവേർജൻസ് തിയറം എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ നമ്മൾ വോളിയം ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ക്രോസ് എച്ച്, ഇവിടെ നിന്ന് എ ഡോട്ട് ഡി എസ് അല്ലേ, ഈ എ എന്ന് പറഞ്ഞാൽ according to divergence theorem, surface integral of A dot ds is equal to volume integral of del dot A dv ആണ്. സോ ഇതിനകത്ത് എ എന്ന് പറഞ്ഞാൽ ഇ ക്രോസ് എച്ച് ആണ്. സോ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ക്രോസ് എച്ച് ഡി എസ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ് മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ഇൻ്റഗ്രൽ ഓഫ് വോളിയം ഇൻ്റഗ്രൽ ഓഫ് 1/2 എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് 1/2 മ്യൂ എച്ച് സ്ക്വയർ ഡി വി മൈനസ് സിഗ്മ ഇ സ്ക്വയർ. സോ ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു. നമ്മുടെ എച്ചിൻ്റെ ടേമും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേമും ഇതാണ്. ഈ രണ്ട് ടേമിനെ അറേഞ്ച് ചെയ്തത് 1/2 ഇൻറ്റു എപ്സിലോൺ ഇ സ്ക്വയർ 1/2 ഇൻറ്റു ഇതിനകത്ത് നമ്മൾ ഡോ ബൈ ഡോ ടി പുറത്തെടുക്കുമ്പോൾ നമുക്ക് എപ്സിലോൺ ഇ സ്ക്വയർ കിട്ടുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോ ബൈ ഡോ ടി പുറത്തെടുക്കുമ്പം 1/2 ഇൻറ്റു മ്യൂ എച്ച് സ്ക്വയർ കിട്ടുന്നു മൈനസ് ഈ ടേം സിഗ്മ ഇ സ്ക്വയർ ഡി വി. ഇതാണ് 1/2 എപ്സിലോൺ ഇ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? It is energy stored in the electric field, and 1/2 mu h square it is energy stored in the magnetic field. So that is equal to minus dou by dou t of volume integral of 1/2 epsilon e square plus 1/2 mu h square, that is the rate of decrease in energy stored in electric and magnetic field, minus volume integral of sigma e square എന്ന് പറഞ്ഞാൽ power loss. It is the ohmic power loss. Okay. So the total power leaving the volume is equal to rate of decrease in the energy stored in electric and magnetic field minus the ohmic power dissipated. So this is the proof for Poynting theorem. Okay, this is the proof for Poynting theorem. So the Poynting vector P is equal to E cross H. So what is it represents? The Poynting theorem or Poynting vector represents the power density associated with the electromagnetic field in a given point. Okay. So Poynting theorem statement states that the net power flowing out of a given volume is equal to the time rate of decrease in energy stored. The rate of decrease in energy stored എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന് എനർജി പ്ലസ് മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ പ്ലസ് ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ. അതാണ് ടൈം റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ എനർജി സ്റ്റോർഡ് മൈനസ് കണ്ടക്ഷൻ ലോസ്. കണ്ടക്ഷൻ ലോസ് ഈസ് സിഗ്മ ഇ സ്ക്വയർ. ടൈം റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ ദ എനർജി ദാറ്റ് ഈസ് decrease in the energy, that is minus sign, decrease in energy stored in electric and magnetic field minus the conduction loss. Conduction loss is the sigma e square, that is ohmic power loss. So this is the statement and proof for Poynting theorem. Okay. ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ is given that h is equal to 0.5 e raised to minus 0.1 x sin 2 pi 10 raised to 6 t minus 2x az ampere per meter. So calculate the following. So attenuation constant, phase constants, angular frequency, direction of wave propagation and time period. So 5 mark question ആണ്. ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷൻ ഡയറക്റ്റ്ലി നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എച്ച് ഇക്വേഷൻ കമ്പയർ ചെയ്ത് എഴുതുമ്പോൾ ഓരോ മാർക്കാണ് കിട്ടുക. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എച്ച് ഇസ് ഈക്വൽ ടു 0.5 e raised to minus alpha x into sin omega t minus beta x. 0.5 e raised to minus alpha x into sin omega t minus beta x. So equation compare ചെയ്ത് what is value of alpha? Alpha is equal to 0.1. So equation compare ചെയ്യുമ്പോൾ alpha is equal to 0.1. 0.5 e raised to minus alpha x. So alpha യുടെ value 0.1. So alpha is equal to 0.1. Just equation compare ചെയ്താൽ എടുത്ത് ചെയ്താൽ ഒരു മാർക്ക് കിട്ടും. അതുപോലെ തന്നെ ഫേസ് കോൺസ്റ്റന്റ് എന്താണ്? എ കോസ് ഒമേഗ ടി മൈനസ് അല്ലെ ഇ റേസ്ഡ് ടു മൈനസ് ആൽഫ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ എക്സ്. സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ എക്സ്. സൈൻ ഇൻറ്റു ഒമേഗ ടി. ഒമേഗ എന്ന് പറഞ്ഞാൽ 2 pi ഇൻറ്റു 10 raised to 6. ഒമേഗ ടി മൈനസ് ബീറ്റ എക്സ്. സോ ബീറ്റ വാല്യൂ ഇസ് ഇക്വൽ ടു 2. So beta value is equal to 2 radian per meter. And next one is angular frequency. So angular frequency is omega t. So omega is equal to 2 pi into 10 raised to 6. So omega is equal to 2 pi into 10 raised to 6 radian per second. And direction of wave propagation. A direction and wave propagate in the 0.1 e raised to minus alpha x sin omega t minus beta x. Okay. So the wave propagate in the x direction. So wave propagate along the ax direction, that is ax direction. And time period is equal to omega നമുക്കറിയാം. omega is equal to 2 pi into 10 raised to 6 ആണ്. And time period is equal to എന്താണ് 2 pi by omega. 2 pi by omega കാൽക്കുലേറ്റ് ചെയ്യുക. So 2 pi divided by omega എത്രയാണ്? 2 pi into 10 raised to 6. That is equal to 10 raised to minus 6 ആണ്. So 1 microsecond ആണ് എത്ര? ടൈം കോൺസ്റ്റന്റ് is equal to 1 microsecond. So 5 ടൈം കാൽക്കുലേറ്റ് ചെയ്യുക.
കഞ്ചി ടൈം കാൽക്കുലേറ്റ് നമുക്ക് 5 മാർക്സ്. ഓക്കെ, താങ്ക് യു.